മഹാകുംഭമേളയെ തകർക്കാനായി വലിയൊരു നീക്കം നടന്നുവെന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി കുംഭമേളയെ തകർക്കാനായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന 140 സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 13 FIRകൾ ഇതിൽ രജിസ്റ്റർ ആയതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CAG വൈഭവ് കൃഷ്ണ ഇങ്ങനെയാണ് NIAയോട് പറഞ്ഞിരിക്കുന്നത്. 2025 ഫെബ്രുവരി 26 നടക്കാനിരിക്കുന്ന മഹാശിവരാത്രി ഉത്സവത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഈ മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മഹാകുംഭമേള നടക്കുന്നു. ഈ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ, അതായത് മഹാശിവരാത്രിയോടാണ് കുംഭമേളയുടെ സമാപനം. ഈ ദിവസം തന്നെ വലിയൊരു സംശയം ഭക്തർക്കിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പല ആൾക്കാരും നടത്തുന്നുണ്ടെന്നാണ് പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നേരത്തെ രാവിലെ 3 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ച് പ്രയാഗ്രാജിൽ പോയി മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ വലിയ പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് ആൾക്കാർക്കിടയിലെല്ലാം തന്നെ വലിയൊരു വാർത്ത നിരത്തി. അങ്ങനെ അവിടെ ആൾക്കാർ അതിഭീകരമായിട്ട് എത്തുകയും പോലീസുകാർക്ക് ഈ ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സമാനമായ രീതിയിൽ കുംഭമേളയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി വ്യാജ റിപ്പോർട്ടുകൾ അടിച്ചിറക്കുന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. 1 കോടിയിലധികം ആൾക്കാർ പുണ്യസ്നാനം ഇന്ന് മാത്രം കുംഭമേളയിൽ നടത്തിക്കഴിഞ്ഞു. ഞായറാഴ്ച വൈഭവ് കൃഷ്ണ പറഞ്ഞത് ഇങ്ങനെയാണ്: ഫെബ്രുവരി 26 നടക്കാനിരിക്കുന്ന ശിവരാത്രി ഉത്സവത്തിന് സമ്പൂർണ്ണ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മഹാകുംഭത്തിലെ ഗതാഗതക്കുരുക്ക് തടയാൻ പരമാവധി ശ്രമിക്കും. എത്ര വലിയ ജനക്കൂട്ടമുണ്ടായാലും തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പോരാത്തതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കുംഭമേളയെ തകർക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട് എന്ന്. പോരാത്തതിന് പോലീസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു, ഉത്തർപ്രദേശ് പോലീസിനെ. കാരണം ഇപ്പോൾ തന്നെ 55 മുതൽ 60 കോടി ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസ് അവരെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ സ്തുത്യർഹമായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. ഏകദേശം 60 കോടിയിലധികം ആൾക്കാർ അവിടെ എത്തിയെന്നാണ് കണക്ക്. എന്തായാലും ആചാരാനുഷ്ഠാനങ്ങളെ കളിയാക്കുന്നവർ സമൂഹത്തിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ബലഹീനമാക്കാൻ വിദേശ ശക്തികളും ശ്രമിക്കുന്നുണ്ട്. അത്തരം വിദേശ ശക്തികൾ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇതിനിടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കർശനമായി നിരീക്ഷിക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.